Hello everyone. നമ്മൾ ഇന്ന് ബിസിനസ് എക്കണോമിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബിസിനസ് എക്കണോമിക്സ് എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിലുള്ള രണ്ട് ടേംസ് ബിസിനസ് എക്കണോമിക്സ് അതെന്താണെന്ന് അറിയണ്ടേ, എന്നാലേ നമുക്ക് ബിസിനസ് എക്കണോമിക്സ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബിസിനസ് എന്താണെന്ന് നോക്കാം. ബിസിനസ് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ ഉണ്ടാക്കണം എന്നുള്ള മണി ഏൺ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു ഷോപ്പ് നടത്തുന്നു, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു, ഒരു ഹോട്ടൽ നടത്തുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്റീരിയർ ഡിസൈനിങ് അറിയാം, അപ്പൊ ഞാൻ വീടുകൾക്കും ഓഫീസുകൾക്കൊക്കെ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്ത് കൊടുത്ത് പൈസ വാങ്ങിക്കുന്നു. അതിനെല്ലാം നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയും. നേരെ മറിച്ച് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ ഏൺ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി അല്ലാതെ ചെയ്യുന്ന ആക്ടിവിറ്റി. ഇപ്പൊ എക്സാമ്പിൾ, ഞാനൊരു ഹോട്ടൽ നടത്തുന്നു. അപ്പൊ ഹോട്ടലിൽ വരുന്നവർക്ക് ഞാൻ ഫുഡ് കൊടുക്കുന്ന എന്തിനു വേണ്ടിയാണ്? അവർ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് പൈസ തരാൻ വേണ്ടിയാണ്. അപ്പൊ അതൊരു ബിസിനസ് ആക്ടിവിറ്റിയാണ്. നേരെ മറിച്ച് ഒരാൾ വിശന്ന് വരുന്ന കാണുമ്പോഴത്തേക്കും ഞാൻ അയാൾക്ക് കുറച്ച് ഫുഡ് ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കുന്നു. എൻ്റെ വീട്ടിലോ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ കടയിൽ നിന്ന് തന്നെ കുറച്ച് ഫുഡ് എടുത്തു കൊടുക്കുന്നു. അങ്ങനെ ഞാൻ കൊടുക്കുന്നത് അയാൾ ആ ഫുഡ് കഴിച്ചിട്ട് അതിന് പൈസ തരും എന്നൊരു ഉദ്ദേശത്തോടു കൂടിയല്ല. അത് എനിക്ക് അയാളോട് തോന്നിയ സിമ്പതി കൊണ്ട് ഞാൻ കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നോൺ എക്കണോമിക് ആക്ടിവിറ്റി ബിസിനസ് ആക്ടിവിറ്റിയിൽ വരില്ല. ബിസിനസ് ആക്ടിവിറ്റിയിൽ നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. ഇനി അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ചെയ്യുന്നത് ബിസിനസ് അല്ലേ? ആണ്, അത് നമ്മൾ ബിസിനസ്സിലാണ് പെടുന്നത്. പക്ഷെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് ഫേംസ് ഉണ്ടാക്കുന്ന റവന്യൂവിനെ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയും. നേരെ മറിച്ച് നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്ന റവന്യൂവിനെ, അവർ ബിസിനസ് ചെയ്ത് കിട്ടുന്ന ഇൻകത്തിനെ, ആ ഏർണിങ്സിനെ നമ്മൾ സർപ്ലസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ബിസിനസ് ആക്ടിവിറ്റി ബിസിനസ് എന്താണെന്ന് മനസ്സിലായി. അതൊരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. നമ്മൾ പൈസ ഏൺ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ബിസിനസ്. ഇനി അടുത്തത് നമുക്ക് എക്കണോമിക്സ് എന്താണെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിങ്ങളുടെ ബർത്ത്ഡേ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു ബർത്ത്ഡേ ട്രീറ്റ് നടത്താൻ വേണ്ടി 6000 രൂപ പൈസ ചോദിക്കുന്നു. അപ്പൊ അത് നിങ്ങൾ 6000 രൂപ പൈസ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറെ പ്ലാൻ ഉണ്ട്. ഇപ്പൊ ഒരു 5-6 ടൈപ്പ് ഫുഡൊക്കെ ആയിട്ട് ഫ്രണ്ട്സിന് ട്രീറ്റ് കൊടുക്കുക, ഒരു 10-15 ഫ്രണ്ട്സിനെ വിളിക്കുക, അവർക്ക് ട്രീറ്റ് കൊടുക്കുക, പിന്നെ കുറച്ച് പൈസയ്ക്ക് നിങ്ങൾക്ക് ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങിക്കുക, അങ്ങനെ പല പല പ്ലാൻ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് തരുന്നത് 1000 രൂപയെ തന്നുള്ളൂ. അപ്പൊ നിങ്ങൾ 6000 രൂപ ചോദിച്ചു, 1000 രൂപയെ കിട്ടിയുള്ളൂ. അവിടെ എന്താണ്? 5000 രൂപ ഷോർട്ടേജ് ആണ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയിലും. നമ്മുടെ ആളുകളുടെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് വോൺസ് ആണ്. ഇപ്പൊ നമുക്ക് പല പല ആഗ്രഹങ്ങളില്ല, അത് വേണം, ഇത് വേണം, മറ്റേത് വേണം, അങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ റിസോഴ്സസ് എപ്പോഴും ലിമിറ്റഡ് ആണ്. എല്ലാ സൊസൈറ്റിയിലും റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസിനെ മാക്സിമം ബെസ്റ്റ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടി വരും. കാരണം എന്താണ്? നമ്മുടെ റിസോഴ്സസിന് പല പല യൂസസ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടിയ 1000 രൂപ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കാൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ യൂസ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും ചാരിറ്റി ആയിട്ട് കൊടുക്കണമെങ്കിൽ, ആർക്കെങ്കിലും 1000 രൂപ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി വല്ല മൊബൈലിന്റെ ചാർജറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ യൂസ് ചെയ്യാം. അങ്ങനെ ഇഷ്ടം പോലെ യൂസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസിന് എപ്പോഴും ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്, പല പല യൂസസ് ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് എപ്പോഴും ഡിസിഷൻ എടുക്കേണ്ടി വരും. ഇപ്പൊ ഈ കേസിൽ തന്നെ നിങ്ങൾക്ക് 1000 രൂപ കിട്ടുമ്പോൾ നിങ്ങൾ അതിൽ ഡിസിഷൻ എടുക്കണ്ടേ? ചിലപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെ കട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിച്ച ഫുഡിൽ കുറച്ച് ചേഞ്ചസ് വരുത്തേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ മന്തിയോ ഫ്രൈഡ് റൈസ് ഒക്കെ ആയിരിക്കും പ്ലാൻ ചെയ്തത്, പക്ഷെ 1000 രൂപ ആയതുകൊണ്ട് ചിലപ്പോൾ അത് എല്ലാവരും കൂടെ തികയില്ല. അപ്പൊ നിങ്ങൾ ജ്യൂസോ ഷേക്കോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ചുരുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നത്, എന്ത് വേണം എന്ന് ചൂസ് ചെയ്യേണ്ട ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സസ് സ്കെയർസ് ആയതുകൊണ്ടാണ്. സ്കെയർസ് റിസോഴ്സ് മീൻസ് ഷോർട്ടേജ്, അതായത് കുറവാണ് റിസോഴ്സ്. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിലെ കാര്യം അത് അങ്ങനെ തന്നെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും സൊസൈറ്റിയിൽ എങ്ങനെ നമ്മുടെ കയ്യിലുള്ള സ്കെയർസ് ആയ റിസോഴ്സസ് ആളുകളുടെ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ റിസോഴ്സസ് മാക്സിമം ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ. ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള 1000 രൂപ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള ആവശ്യത്തിനല്ല നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടി വരുന്നത്. എന്ത് കട്ട് ചെയ്യണം, ആരെ വിളിക്കണം, അല്ലെങ്കിൽ ആരെ വിളിക്കേണ്ട, അങ്ങനെയുള്ള പല പല ഡിസിഷൻസ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസിന്റെ കാര്യത്തിലും വരുന്നത്. അപ്പൊ നമ്മൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ്ലി സ്കെയർസ് ആയ അല്ലെങ്കിൽ ഷോർട്ടേജ് ആയ നമ്മുടെ റിസോഴ്സസ് എങ്ങനെ ഹ്യൂമൻ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാക്സിമം കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യാം,
എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ അറിയാം, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ ഒരു 50,000 അല്ലെങ്കിൽ 20,000 ആണ് സാലറി ഉള്ളതെങ്കിൽ ആ 20,000 സാലറിക്ക് മുഴുവനും അരി മേടിച്ചു വെക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതിന് അരി വേണം, ബാക്കി കറി വെക്കാൻ സാധനം വേണം, ഫീസ് കൊടുക്കണം, അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ എക്കോണമിയിലും ഉള്ള റിസോഴ്സസിനെ നമ്മൾ സ്കെയർസ് റിസോഴ്സസിനെ നമ്മൾ മാക്സിമം ബെസ്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യണം. ഇനി എക്കണോമിക്സ് എന്ന് പറഞ്ഞ വേർഡ് ഗ്രീക്ക് വേർഡായ ഒയ്ക്കണോമിയ എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്. അതിന്റെ മീനിങ് ഹൗസ് ഹോൾഡ് എന്നാണ്. ചില ബുക്സിൽ നിങ്ങൾക്ക് അത് മാനേജ്മെന്റ് ഓഫ് ഹൗസ് ഹോൾഡ് എന്നും കാണാൻ പറ്റും. അതായത് നമ്മൾ എക്കണോമിക്സിൽ നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങൾ ആദ്യം ഹൗസ് ഹോൾഡിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ 1776 ആദം സ്മിത്ത് ആൻഡ് ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതുന്നത്. അപ്പൊ നമ്മൾ അതിന് ഷോർട്ട് ആക്കി വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് വിളിക്കും. ഈ ബുക്കാണ് നമ്മുടെ ഫസ്റ്റ് മോഡേൺ വർക്ക് ഓഫ് എക്കണോമിക്സ് എന്ന് അറിയപ്പെടുന്നത്. അതുവരെ നമ്മുടെ എക്കണോമിക്സ് അതായത് 19th സെഞ്ചുറി വരെ പൊളിറ്റിക്കൽ എക്കോണമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആദം സ്മിത്ത് ഈ ബുക്ക് എഴുതി എക്കണോമിക്സ് കുറച്ചും കൂടി നല്ലൊരു ടോപ്പിക്കായിട്ട്, അതായത് നല്ല കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളെ പറ്റിയുള്ള ബുക്കായിട്ട് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നാണ് വിളിക്കുന്നത്. ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് അറിയപ്പെടുന്നത് ആദം സ്മിത്ത് ആണ്. ഇനി എക്കണോമിക്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ എക്കണോമിക് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ എക്കണോമിക് പ്രോബ്ലം എന്താണ്? ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, പ്രോബ്ലം ഓഫ് മേക്കിംഗ് ചോയ്സ്. നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കേണ്ടി വരുന്നു. ആ ഡിസിഷൻ എടുക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിന് നമുക്ക് ചുമ്മാ കറക്കി കുത്തി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. അതിന് പല പല കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ബിസിനസ് എക്കണോമിക്സിൽ നമ്മൾ ഇത് രണ്ടും കൂടെ ചേർത്ത് നോക്കുന്നു. ബിസിനസ്സിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എക്കണോമിക് ടൂൾസിനെ യൂസ് ചെയ്യുന്നു. അതാണ് നമ്മൾ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ബിസിനസ് എക്കണോമിക്സിൽ നമ്മൾ അതാണ് ചെയ്യുന്നത്. ബിസിനസ് എക്കണോമിക്സിന്റെ ഫസ്റ്റ് ഡെഫിനിഷൻ നമുക്ക് തന്നിട്ടുള്ളത് ജോയൽ ഡീൻ ആണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമിക് അനാലിസിസ്, അതായത് റിഗ്രഷൻ അനാലിസിസ്, അങ്ങനെ എക്കണോമിക്കിന്റെ പല ടൈപ്പുള്ള എക്കണോമിക്സിലെ അനാലിസിസ് നമ്മുടെ ബിസിനസ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അത് കാരണം കൊണ്ടാണ് നമ്മുടെ റിസോഴ്സസ് സ്കെയർസ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ കുറവുള്ള റിസോഴ്സസ് നമ്മൾ മാക്സിമം ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഒരു ബിസിനസിന്റെ കേസിലാണെങ്കിൽ അതിലുള്ള റിസോഴ്സസ് മാക്സിമം ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്താലേ ഉള്ളൂ ആ ബിസിനസ്സിന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ബിസിനസ് എക്കണോമിക്സിനെ മാനേജീരിയൽ എക്കണോമിക്സ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ബിസിനസ് എക്കണോമിക്സിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ പ്രോബ്ലം ഓഫ് മേക്കിംഗ് ചോയ്സ്, അതായത് നമ്മുടെ എക്കണോമിക് പ്രോബ്ലമായ പ്രോബ്ലം ഓഫ് മേക്കിംഗ് ചോയ്സ്, അതിനുള്ള നമുക്ക് എന്താ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ കൺസിഡർ ചെയ്യണ്ടേ. ഇപ്പൊ എക്സാമ്പിൾ, നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പല കാര്യം നോക്കണ്ടേ. എന്ത് ബിസിനസ് തുടങ്ങണം? ഇനി നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് പറ്റിയൊരു ബിസിനസ് വേണം. അപ്പൊ ആ പൈസയ്ക്ക് പറ്റിയത് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഏത് ബിസിനസ്സാണ്, അതിന് എത്ര സ്റ്റാഫിനെ എടുക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ മെഷീനറി വാങ്ങിക്കണം, അങ്ങനെ അങ്ങനെ പല പല ഡിസിഷൻസ് എടുക്കണ്ടേ. കാരണം നമുക്ക് എല്ലാം കൂടി ചെയ്യാനുള്ള പൈസ ഇല്ല, കുറച്ച് പൈസയെ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ എക്കണോമിക് പ്രോബ്ലമായ പ്രോബ്ലം ഓഫ് മേക്കിംഗ് ചോയ്സിന് ആവശ്യമായ ഡിസിഷൻസ്, അതിനുള്ള കാര്യങ്ങൾ, അതിനുള്ള പ്രോസസ്സ്, അനാലിസിസ് അതെല്ലാം ചെയ്യുക. അതാണ് നമ്മൾ ബിസിനസ് എക്കണോമിക്സിൽ ചെയ്യുന്നത്. നോർമലി നമ്മുടെ വാണ്ട്സ് അല്ലെങ്കിൽ എൻസ് അത് അൺലിമിറ്റഡ് ആണ്. നമുക്ക് പല പല കാര്യങ്ങൾ വേണമെന്ന് നമുക്ക് തോന്നും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരു 1000 യൂസസ് അതിനുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ട്, മീൻസ് അല്ലെങ്കിൽ റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യത്തിനും കൂടെ ആ കാര്യം യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ്, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ സ്ഥലത്തൊരു വീട് പണിയാം, അല്ലെങ്കിൽ ഒരു ഓഫീസ് പണിയാം, അല്ലെങ്കിൽ ഫ്ലാറ്റ് പണിയാം, അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം പോലെ ആയിട്ട് ഒരു ഗാർഡൻ പോലെ ചെയ്യാം. പക്ഷെ ആകെ 10 സെന്റ് സ്ഥലമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കണം. ഏതെങ്കിലും ഒന്നേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓഫീസ് പണിയണോ, ഗാർഡൻ പണിയണോ, ഫ്ലാറ്റ് പണിയണോ, അല്ല വീട് പണിത് അവിടെ താമസിക്കണോ, അങ്ങനെയുള്ള കാര്യം നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഇനി നമ്മുടെ എക്കണോമിക്സിന് മെയിൻ ആയിട്ട് 2 പാർട്ടാണ് ഉള്ളത്. ഒന്ന് മൈക്രോ എക്കണോമിക്സ്, രണ്ടാമത്തേത് മാക്രോ എക്കണോമിക്സ്. നിങ്ങൾക്ക് ഇതിലുള്ള ഈ IA വെച്ച് പെട്ടെന്ന് അറിയാൻ പറ്റും. മൈക്രോ എക്കണോമിക്സ് മീൻസ് അതിലെന്താ ഉള്ളത്? I ആണുള്ളത്. അത് ഒരു ഇൻഡിവിജ്വൽ ഫേം, അല്ലെങ്കിൽ ഒരു ഫേം, ഒരു ഇൻഡിവിജ്വൽ, ഒരാള്, അങ്ങനെ ഒരു ഇൻഡിവിജ്വലിന്റെ യൂണിറ്റിന്റെ, ഇൻഡിവിജ്വൽ ആൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നതാണ്. അതിനെപ്പറ്റി നമ്മൾ നോക്കുന്നതാണ് മൈക്രോ എക്കണോമിക്സ്. അതായത് ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ബിസിനസ്സിൽ
എങ്ങനെ ആ ബിസിനസ്സിന് കറക്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കണം, അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ റിലേറ്റ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, നമ്മുടെ പ്രൊഡക്റ്റിന് നമ്മൾ എത്ര പ്രൈസ് ഇടണം, എത്ര വില ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നന്നായിട്ട് വിറ്റ് പോകും, ഏത് ലൊക്കേഷനിൽ നമ്മൾ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യണം, കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, നമുക്ക് അവിടെ ഫാക്ടേഴ്സ്, നമുക്ക് പ്രൊഡക്ഷൻ ആവശ്യം അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് നടത്തുന്നതിന് ആവശ്യമായ സാധനങ്ങൾ അവിടെ കിട്ടാൻ സാധ്യതയുണ്ടോ, കിട്ടുമെങ്കിൽ അതിന്റെ വിലയൊക്കെ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ നോക്കുന്നത്. കാരണം എന്താണ്, മൈക്രോ എക്കണോമിക്സ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് നോക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഒരു ബിസിനസ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ് ഫേമിൽ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നതായിരിക്കും അതിന്റെ ഓണറുടെ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ആലോചന വരുന്നത്. ഇപ്പൊ ഞാനൊരു ബിസിനസ് നടത്തുമ്പോൾ ഞാൻ എപ്പോഴും നോക്കുന്നത് എന്റെ ബിസിനസ് എങ്ങനെ മാക്സിമം പ്രോഫിറ്റിലാക്കാം എന്നല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡിവിജ്വൽ യൂണിറ്റിന്റെ കാര്യങ്ങൾ നോക്കുന്നതാണ്. മൈക്രോ എക്കണോമിക്സിലാണ് കൂടുതൽ മാനേജ്മെന്റ് ഇൻവോൾവ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ കൂടുതൽ നോക്കുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. എന്ന് കരുതി മാക്രോ എക്കണോമിക്സ് നോക്കണ്ട എന്നല്ല. മാക്രോ എക്കണോമിക്സിൽ വരുന്നത് നമ്മൾ അഗ്രിഗേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിൽ ഇവിടെ എ ആണ്, നമ്മൾ നേരത്തെ ഐ നോക്കിയ പോലെ മാക്രോ എക്കണോമിക്സിൽ എ ആണ് വരുന്നത്. മീൻസ് അഗ്രിഗേറ്റ് അല്ലെങ്കിൽ ടോട്ടൽ എക്കോണമി. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ ഒരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ ഇന്ത്യയിലെ മൊത്തത്തിൽ കാര്യം എങ്ങനെയാണ്, ഇന്ത്യയുടെ നാഷണൽ ഇൻകം അല്ലെങ്കിൽ നാഷണൽ ഔട്ട്പുട്ട് എങ്ങനെയാണ്, നമ്മുടെ ഇവിടുത്തെ പ്രൈസ് ലെവൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് അതൊക്കെ എങ്ങനെയാണ്, ബാലൻസ് ഓഫ് ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, ഇതെല്ലാം ഒരു ഫേമിനെ സംബന്ധിക്കുന്ന കാര്യമല്ല, ഒരു വലിയ യൂണിറ്റിൽ ഒരു അഗ്രിഗേറ്റ് ആയ ടോട്ടൽ എക്കോണമിയെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഇനി നമ്മുടെ കറൻസിക്ക് എങ്ങനെ വാല്യൂ ഉണ്ട്, ഇവിടെ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ എങ്ങനെയാണ്, ഇവിടെ എംപ്ലോയ്മെന്റ് എങ്ങനെയാണ്, എക്കണോമിക്കലി ഗ്രോ ചെയ്യുന്ന ഒരു രാജ്യമാണോ. ഇപ്പൊ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, എൻ്റെ ഒരു രാജ്യം നേരെ സാമ്പത്തിക മാന്ദ്യത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്, എല്ലായിടത്തും ജോലി പോകുന്നു, അങ്ങനെ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ഞാൻ കുറെ കോടികൾ മുടക്കി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. കാരണം എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. നേരെ മറിച്ച് എൻ്റെ എക്കോണമി നന്നായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്കോണമി ആണെങ്കിലോ, ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ എക്കോണമി നന്നായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്കോണമിയാണ്. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതും കൂടെ മനസ്സിലാക്കിയാലേ ഉള്ളൂ നമുക്ക് ബിസിനസ്സിൽ പ്രോപ്പറായിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ് ഫേം എപ്പോഴും കൺസേൺഡ് ആയിരിക്കുന്നത്, അതായത് അവർ കൂടുതൽ നോക്കുന്ന മൈക്രോ എക്കണോമിക്സ് ആണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു നേരത്തെ, ഒരു ബിസിനസ് മാനേജർ അല്ലെങ്കിൽ ബിസിനസിന്റെ ഓണർ എപ്പോഴും സ്വന്തം ബിസിനസ് എങ്ങനെ മാക്സിമം പ്രോഫിറ്റബിൾ ആക്കാം, അതിനുവേണ്ടി എന്തൊക്കെ കോസ്റ്റ് കുറയ്ക്കണം, എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടണം, മെഷീനറിയിൽ പ്രൊഡക്ഷൻ ചെയ്യണോ അതോ ആളുകളെ വെച്ച് ചെയ്യിപ്പിക്കണം, അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പൊ ഇൻഡിവിജ്വൽ ഫേംസിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിന്റെ കാര്യങ്ങളായിരിക്കും ആ ബിസിനസ് ഫേം കൂടുതൽ കൺസേൺഡ് ആയിരിക്കുക. പക്ഷെ മാക്രോ എക്കണോമിക്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതും മൊത്തത്തിൽ നോക്കിയാലേ ഉള്ളൂ നമുക്ക് നമ്മളുടെ ബിസിനസ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാൻ പറ്റുള്ളൂ. കാരണം എക്കണോമിക് കണ്ടീഷൻ, ഒരു രാജ്യത്തിന്റെ എക്കണോമിക് കണ്ടീഷൻ എപ്പോഴും ഒരു ബിസിനസിന്റെ ഫംഗ്ഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യും, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ചിലപ്പോൾ ഇൻഫ്ലേഷൻ ആവാം, ഇൻട്രസ്റ്റ് റേറ്റ് ആവാം, അങ്ങനെ അതെല്ലാം ഒരു ബിസിനസിന്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബിസിനസ് എക്കണോമിക്സ് ബിസിനസ് എന്താന്ന് പഠിച്ചു, എക്കണോമിക്സ് എന്താന്ന് പഠിച്ചു, ബിസിനസ് എക്കണോമിക്സ് എന്താന്ന് പഠിച്ചു. നമ്മൾ ബിസിനസ് എക്കണോമിക്സിൽ എന്താ ചെയ്യുന്നത്, നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യത്തക്ക രീതിയിൽ ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ എക്കണോമിക്സ് യൂസ് ചെയ്യുന്നു. അതാണ് ബിസിനസ് എക്കണോമിക്സിൽ വരുന്നത്. അങ്ങനെ യൂസ് ചെയ്ത് നമ്മൾ സ്കേഴ്സ് റിസോഴ്സസിനെ മാക്സിമം ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് നോക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നേച്ചർ ഓഫ് ബിസിനസ് എക്കണോമിക്സ് പഠിക്കാം. താങ്ക് യു.